അതെ, വേണ്ട സാമഗ്രികളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടോ? വേണ്ട, നീ എന്നോട് ചോദിക്കുന്നത്? നീ അല്ല ഒരുക്കി വെക്കേണ്ട ആള്. അല്ല, ഇടയ്ക്ക് ഇതൊക്കെ ഒന്ന് അന്വേഷിക്കുക. അത്ര വലിയ സ്വാമിയൊന്നും ആവണ്ട. എടുത്ത് വെക്കും മര്യാദയ്ക്ക്. ആളുകൾ വന്ന് കാത്തിരിക്കുകയാണ്. ഞാൻ അവരെ വിളിക്കട്ടെ. അങ്ങോട്ട് വിളി. കക്ഷി ആരാന്നറിയാലോ? നീ ഏതാ നേരത്തെ അത് ഇതേത്? ശരി ശരി, വിളിച്ചോ വിളിച്ചോ വിളിച്ചോ. വരവിള ദേശത്ത് നിന്നാണല്ലേ? അതെ സ്വാമിജി. നാമം ജപ. രാമ 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 രാമ. സ്വാമി ഉദ്ദേശിച്ച അതല്ല, പേര് പറയാൻ. പേര് പറയൂ. മണ്ടോദരി. മണ്ടോ അധികം ഉദര. മണ്ടോദര. ഉദരത്തിനാണ് അസുഖം അല്ലേ? അത്ഭുതം സ്വാമിജി. സ്വാമിജി ഉൾക്കണ്ണുകൊണ്ട് എല്ലാം കണ്ട് അറിഞ്ഞിരിക്കുന്നു. വയറുവേദന എന്നാണ് സ്വാമിജി ചോദിച്ചത്. തുടങ്ങിയിട്ട് കുറച്ച് നാളായി അല്ലേ? അതെ സ്വാമി, ഭയങ്കര വയറുവേദനയാ. ആശുപത്രിയിലൊക്കെ പോയി ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നേ. ശസ്ത്രക്രിയ വിഫലശ്രമ. അയ്യോ, മനസ്സിലായില്ലേ? ശസ്ത്രക്രിയ കൊണ്ട് പ്രയോജനമില്ലാന്ന്. ആ അത് ശരിയാ. 4-5 ലക്ഷം രൂപ ചെലവാക്കിയാൽ യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകില്ല. ഞാൻ നിന്നടുത്ത് പറഞ്ഞതാണ്. അർത്ഥം ചെലവഴിപ്പതോ വാസ്തുവാർത്ഥം. ശസ്ത്രക്രിയ വിഫലശ്രമ. മനസ്സിലായോ? ശസ്ത്രക്രിയക്ക് പണം ചെലവാക്കിയിട്ട് കാര്യമില്ല, അത് വീടിന് ചെലവാക്കണമെന്ന്. നമ്മൾ വീട് വയ്ക്കാൻ പോകുന്ന കാര്യം സ്വാമിജി എങ്ങനെ അറിഞ്ഞു? അയ്യോ, നിങ്ങളുടെ വീടിന്റെ അല്ല, സ്വാമിജിയുടെ വീടിന്റെ കാര്യമാണ് പറഞ്ഞു. അരുത്, സ്വാമിജി ധ്യാനത്തിലാ. അയൽവാസി ശത്രുഘ്നൻ. അയൽവാസി ശത്രുഘ്നല്ല സ്വാമിജി, അശോകൻ അവനൊരു ദരിദ്രവാസിയാണ് സ്വാമിജി. അത് തന്നെ സ്വാമിജി പറഞ്ഞത്. ശത്രുഘ്നൻ എന്നാൽ ബദ്ധശത്രു. നിങ്ങളുടെ അയൽവാസി നിങ്ങളുടെ ബദ്ധശത്രുവാണ്. ബദ്ധശത്രു. അതെ സ്വാമിജി, അവൻ ബദ്ധശത്രുവാണ്. അവൻ നിങ്ങളുടെ വീട്ടിൽ കടന്നു വന്ന് ആഭിചാരം ചെയ്തിരിക്കുന്നു. എന്റെ വീട്ടിൽ വ്യഭിചാരോ? വ്യഭിചാരമല്ല, ആഭിചാരം. നിങ്ങൾ രണ്ടുപേരും രാത്രി ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് അവൻ നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നു ഒരു സവാളയുമായി. സവാളയോ? മന്ത്രി ചോദിയ ഒരു സവാളയുമായി. അവനത് അടുക്കളയിലെ സവാള പാത്രത്തിലിട്ടു. അത് മണ്ടോദരിയുടെ ഉദരത്തിലെത്തി. അതാണ് വയറുവേദനയുടെ ഹേതു. സ്വാമിജി, ഞങ്ങളുടെ വീട്ടിൽ സവാള പാത്രം ഇല്ല. ആര് പറഞ്ഞു? പച്ചക്കറി ഒക്കെ കൂടി ഇടുന്ന ഒരു പാത്രമേ ഉള്ളൂ. അത് തന്നെ പച്ചക്കറി പാത്രം. വെണ്ടയ്ക്ക ഇടുമ്പോൾ അത് വെണ്ടയ്ക്ക പാത്രം, പാവയ്ക്ക ഇടുമ്പോൾ അത് പാവയ്ക്ക പാത്രം, സവാള ഇടുമ്പോൾ അത് സവാള പാത്രം. അത് തന്നെ ഉദ്ദേശിച്ചത്. ഉദരത്തിൽ പ്രവേശിക്കപ്പെട്ട സവാള കഷ്ണം ദഹിച്ചിട്ടില്ല. വയറുവേദനയുടെ പ്രധാന ഹേതു അതാണ്. അതിനെ നമുക്കെടുത്ത് കടലിൽ തള്ളണം. പിന്നെ ഒരു നല്ല പൂജയും വേണം. മന്മഥ, ആ പൂജാദ്രവ്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കൂ. ഒരു പക്ഷിയുടെ പേര് പറയൂ. പരുന്ത്. ഒരു മൃഗത്തിന്റെ പേര് പറയൂ. മുള്ളമ്പന്തി. നിങ്ങളോടല്ല. ആന. പരുന്തും ചോര 2.5 ലിറ്റർ. വന്ധ്യയായ പിടിയാനയുടെ ചൂടുമൂത്രം 4 ലിറ്റർ. മായം കലരാത്ത തേന് 2 ലിറ്റർ. പിന്നെ ചമത, കദളി, അരളിപ്പൂ, മുല്ലപ്പൂ, പിച്ചിപ്പൂ, കീഴാർനെല്ലി, കറ്റാർവാഴ, മലൗക്കി, മുക്കുറ്റി. ആ പറഞ്ഞത് സ്വാമിജി, ഇതെല്ലാം ഞാൻ എവിടെ പോയി ഒപ്പിക്കും? ഇതൊക്കെ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ ഞങ്ങൾ തന്നെ ഒരുക്കി തരാം. അത് മതി. പക്ഷെ അതിന് ഒരു 10,001 രൂപയുടെ ചെലവ് വരും. അയ്യോ, അതെന്താ? അല്ല, നമുക്ക് ഈ പൂജയുടെ പൈസ ഒന്ന് 5000-ലൊന്ന് ഒതുക്കിക്കൂടെ സ്വാമിജി? പൂജയ്ക്ക് വലിപ്പ ചെറുപ്പമില്ല. വലിയ പൂജയെന്നോ ചെറിയ പൂജയെന്നോ ഒന്നുമില്ല. അതിൻ്റെ രൂപവും ഭാവവും എല്ലാം ഒന്ന് തന്നെയാണ്. സ്വാമിജി, ഒരു രൂപയുടെ കുറവുണ്ട്. അത് സാരമില്ല. നിങ്ങളുടെ ബാധ മാറ്റുക, അതാണ് ഞങ്ങളുടെ പ്രധാന ലക്ഷ്യം. ഈ ചരടിൻ്റെ അറ്റം ഉദരത്തോട് ചേർത്ത് പിടിക്കും. ഒരറ്റം
നമ്മൾ ഈ കുടത്തിലേക്ക് നിക്ഷേപിക്കുക. നന്മതാ, ഉവ്വ. സ്വാമി ദഹിക്കാതെ കിടക്കുന്ന സവാള കഷ്ണം നമ്മൾ ആവാഹനത്തിലൂടെ പുറത്തെടുത്തു കഴിഞ്ഞു. ഇനി പ്രശ്നങ്ങളില്ല. ഇനി പൂജ കൂടെ നടത്തണം. അതുകൂടെ നടത്തിയാലേ പൂർണ്ണ സുഖം ലഭിക്കൂ. നടത്താൻ സ്വാമി. എന്നായിരിക്കും സ്വാമി പൂജ? നമുക്ക് നാളെ നടത്താം അല്ലേ? അല്ല, നാളെ ഇവിടെ പൂജയുണ്ട്. ഞങ്ങളപ്പോ വരണ്ടേ? നിങ്ങൾ വരണമെന്നില്ല. അതിന്റെ തുക എന്താന്ന് ഇവിടെ ഏൽപ്പിച്ചാൽ ഞങ്ങൾ തന്നെ അതൊക്കെ ചെയ്തോളാം. വളരെ ഉപകാരം സ്വാമിജി. അപ്പോൾ ശരി.